ഞാനിപ്പോൾ എൻ്റെ ATM കാർഡ് ആരുടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ട് നമ്പരും കൂടെ പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് വിശ്വാസം. ശരിക്കും പറഞ്ഞാൽ അതാ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഐ ഹാവ് ഫെയ്ത്ത് ഇൻ ഹിം. ടേക്ക്, എന്നാ കൊണ്ടുപോകും. കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? നീ എടുത്തു, നമ്പരും കൂടെ പറഞ്ഞു കൊടുത്തേക്കാണ്. അപ്പോൾ എന്താണ്? ഞാനത് ഏൽപ്പിച്ചു കൊടുക്കണം. അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ എന്നെ ഞാൻ എന്ത് ചെയ്യാണ്? ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. അവന് പിന്നെ എന്താ വേണം ചെയ്യാം. ഞാൻ പിന്നെ ബാങ്കിൻ്റെ ഒരാളുടെ കയ്യിൽ ഞാൻ ATM കാർഡ് കൊടുത്തിട്ട് ഞാൻ പുറകെ പോകുന്നുണ്ടോ? ഇല്ല. പുറകെ പോയി കഴിഞ്ഞാൽ ഞാൻ ശരിക്കും എന്ത് ചെയ്തിട്ടില്ല? ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. അയാളെ വിശ്വസിച്ചിട്ടുമില്ല. അപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. ദൈവത്തിന് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് എന്നെ എന്ത് ചെയ്യുക? അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു ATM കാർഡ് ഒരാളെ കൊടുത്തിട്ട് നീ എന്തുകൊണ്ട് ചെയ്തെന്ന് പറയുന്നത് പോലെ ഞാൻ എന്ത് ചെയ്യാണ്? എന്നെ ഒരു ATM കാർഡായിട്ട് എന്നെ സങ്കല്പിച്ചാൽ ഞാൻ അങ്ങ് ദൈവത്തിന് കൊടുക്കുകയാണ്. പിന്നെ ദൈവത്തിന് അതിനകത്തുനിന്ന് പണം വിഡ്രോ ചെയ്യോ, എനിത്തിങ് ഹി ക്യാൻ ഡു, എനിത്തിങ് യു ഡു എനിത്തിങ് യു വോണ്ട് എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു സ്റ്റേജാണ്. അപ്പോൾ അങ്ങനെ കർത്താവ് യേശു എന്ത് ചെയ്തു? പിതാവിന് കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അതുപോലെ എന്നിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യും? എങ്ങനെ ഞാൻ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്തോ അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ പ്രവൃത്തി ചെയ്യും. അതാണ് അതിനകത്ത് കറക്റ്റായിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ താഴത്തിൽ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും എന്നാണ്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ഗ്രേറ്റർ വർക്ക്. എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ? യേശു സ്വർഗത്തിലേക്ക് കരേറി പോകുമ്പോൾ അവൻ്റെ പ്രവൃത്തി അതോടുകൂടി അവസാനിക്കുകയല്ല. സ്വർഗത്തിൽ അവനൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നത്, നേരത്തെ പിതാവ് യേശുവിൽ വസിച്ചുകൊണ്ട് ചെയ്തിരുന്ന ഒരു പ്രവൃത്തി. അപ്പോൾ അവർ എത്ര പേരുണ്ടായിരുന്നു? 2 പേരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ചെയ്യുന്നതെന്നറിയാം? ഇപ്പൊ സംഭവിക്കുന്നത് യേശു സ്വർഗത്തിൽ പോയി നമുക്ക് വേണ്ടി എന്ത് ചെയ്യാണ്? പക്ഷപാതം ചെയ്യാണ്. സോ യേശുവും പ്രവർത്തിക്കുകയാണ്. ഓക്കെ, പിതാവ് സ്വർഗത്തിലുണ്ട്, യേശു സ്വർഗത്തിലുണ്ട്, പരിശുദ്ധ ആത്മാവിനെ ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. അപ്പൊ ആത്മാവ് ഇവിടെ ഉണ്ട്, നമ്മൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ നേരത്തെ 2 പേര് കൂടി ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി ഇപ്പൊ എത്ര പേരാ ചെയ്യുന്നത്? 4 പേര് ചെയ്യുകയാണ്. അപ്പൊ ഈ 4 പേര് ചെയ്യുന്ന കൂട്ടത്തിൽ എന്ത് സംഭവിക്കുന്നത്? നേരത്തെ യേശു തനിയെ ഇവിടെ ഭൂമി ജീവിച്ചപ്പോൾ ചെയ്തതിന്റെ പ്രവൃത്തിയുടെ ഇരട്ടി പ്രവൃത്തി നടക്കുമല്ലോ, നാച്ചുറലി നടക്കണമല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും ചെയ്യും. ഇത് വാസ്തവത്തിൽ ദൈവം എന്തിനു വേണ്ടിയാണ് യേശുവിനെ ഭൂമിയിലേക്ക് വിട്ടത്? യേശുവിനെ ഭൂമിയിലേക്ക് വിട്ടത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യവർഗത്തെ ദൈവത്തിങ്കിലേക്ക് തിരികെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് യേശുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത്. അതാണ് ആത്യന്തികമായി യേശു ഭൂമിയിലേക്ക് വരാനുള്ള കാര്യം. എന്ത്? മനുഷ്യനും ദൈവവും തമ്മിലുണ്ടായിരുന്ന വലിയ വിടവ് നികത്താനായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൽ നകന്നു കിടക്കുന്നതായ ഒരു ജനതയെ ദൈവത്തിങ്കിലേക്ക് കയറ്റിക്കൊണ്ടു പോകാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ദൈവം യേശുവിനെ ഫലമേൽപ്പിച്ചത്. അതാണ് യേശുവിന്റെ പ്രവൃത്തി, അല്ലേ? അപ്പൊ ഇപ്പൊ നമ്മളും ചെയ്യുന്ന കാര്യം എന്താണ്? ശരിക്കും നമ്മുടെ സെയിം പ്രവൃത്തിയാണ് ചെയ്യുന്നത്. യേശു 3.5 വർഷം കൊണ്ട് എത്ര ആളുകളെ നേടിയോ അതിൽ കൂടുതൽ ആളുകളെ പെന്തക്കോസ്ത് ദിവസത്തിൽ ഒരു ദിവസം കൊണ്ട് പത്രോസ് നേടിയിട്ടുണ്ട്. 3.5 കൊല്ലം കൊണ്ട് യേശു എത്ര പേരെ അവന്റെ ശിഷ്യന്മാരാക്കിയോ അതിൽ കൂടുതൽ ആളുകളെ ഒറ്റ ദിവസം കൊണ്ട് പത്രോസ് നേടി. എങ്ങനെ നേടി? പത്രോസിന്റെ ശക്തി കൊണ്ടല്ല. പത്രോസ് ഒരു ATM കാർഡ് പോലെ കർത്താവിനോട് പറഞ്ഞു, നീ എന്ത് വേണം ചെയ്തു. അപ്പൊ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാനും കൊണ്ടുവരാ നിന്റെ കൂടെ. അപ്പൊ പരിശുദ്ധാത്മാവും പത്രോസും യേശുവും പിതാവും എല്ലാരും കൂടി എന്ത് ചെയ്തു? ഒരു വലിയൊരു കൊയ്ത്ത്. അപ്പൊ എന്താ സംഭവിച്ചത്? യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് പത്രോസ് ചെയ്ത ആ ഒരൊറ്റ പ്രസംഗത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പിതാവിന്റെ അടുക്കൽ പോയാലേ ആര് വരത്തുള്ളൂ? പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആരോടുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. നോക്ക്, ഹോളി സ്പിരിറ്റ് is working with us. He is our partner, and Jesus is in the presence of the Lord. The heavenly Father is there, Jesus is there, he is interceding. ഈ പ്രവൃത്തികൾ കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഗ്രേറ്റർ വർക്ക്സ്, വലിയ പ്രവൃത്തി. ഈ വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് അത്ഭുതങ്ങളൊന്നുമല്ല. ഈ വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഹ്യൂമൻ വേയിലാണ് ആളുകൾ യേശുവിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് യേശു ചെയ്ത പ്രവൃത്തികൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ എന്തേ വരത്തുള്ളൂ? അത്ഭുതങ്ങൾ മാത്രമേ വരത്തുള്ളൂ. പക്ഷെ അതാണോ ഞാൻ ചോദിച്ചോട്ടെ, ഈ അത്ഭുതങ്ങളെല്ലാം പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ചെയ്തിട്ടില്ലേ? പഴയ നിയമത്തിലെ പ്രവാചകന്മാർ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പ്രാർത്ഥിച്ച് രോഗികൾക്ക് സൗഖ്യമായിട്ടില്ലേ? കുഷ്ഠരോഗികൾ സൗഖ്യമായിട്ടില്ലേ? യേശു ചെയ്ത എല്ലാ അത്ഭുത പ്രവൃത്തികളും ആരും ചെയ്തിട്ടുണ്ട്? പ്രവാചകന്മാരും ചെയ്തിട്ടുണ്ട്. പക്ഷേ യേശു ചെയ്ത ഈ പ്രവൃത്തി ആരും ചെയ്തിട്ടില്ല. എന്താണ്? ദൈവത്തിൽ നിന്ന് അകന്നു പോയതായ മനുഷ്യവർഗത്തെ ആരിലേക്ക് അടുപ്പിച്ചിട്ടില്ല? ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നിട്ടില്ല. അവരോട് ഉപദേശിച്ചിട്ടുണ്ടായിരിക്കും, പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ആ ദൈവിക പ്രവൃത്തി ആരാ ചെയ്തത്? യേശുവാണ് ചെയ്തത്. അതാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം. അല്ലാതെ എന്താണ്? മരിച്ചവരെ ഉയർപ്പിക്കുന്നതോ അങ്ങനെയുള്ള എന്തെങ്കിലും അത്ഭുത പ്രവൃത്തികളോ അല്ല. അത് നടക്കുമായിരിക്കും, അത് ചെയ്യുമായിരിക്കും. പക്ഷേ ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന അത്രയും വലിയ അത്ഭുതമല്ല കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യമാകുന്നത്.
അത് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് എന്താണ്? ഒരു പാപി മനസാന്തരപ്പെടുന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം കുഷ്ഠരോഗി സൗഖ്യമാകുന്നത്, ക്യാൻസർ സൗഖ്യമാകുന്നതോ എയ്ഡ്സ് സൗഖ്യമാകുന്നതോ അല്ല. അതൊക്കെ നോർമൽ തിങ്. പക്ഷേ ഒരു പാപി സൗഖ്യമാകുന്നതാണ് ശരിയായിട്ടുള്ള പ്രവൃത്തി. അപ്പോൾ നമുക്ക് കർത്താവിന്റെ പ്രവൃത്തി ചെയ്യണമെങ്കിൽ ഇന്ന് നമുക്ക് എന്താവശ്യമുണ്ട്? വി നീഡ് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആവശ്യമുണ്ട്. നമ്മളവനെ ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ളത് വളരെ കറക്റ്റാണ്, അല്ലാതെ ഒരിക്കലും പറ്റത്തില്ല. അവനാണ് പ്രവർത്തിക്കുന്നത്, ശരിക്കും പ്രവൃത്തി അവന്റെയാണ്. ഇപ്പോഴത്തെ ഈ ക്രിക്കറ്റിൽ ആരാ പിള്ളേരെ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്നത്? യുവരാജാണ്, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ധോണി, ഓരോ പല അഭിപ്രായമാണ്. അല്ലെങ്കിൽ പോട്ടെ, സച്ചിൻ, മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ. അപ്പോൾ സച്ചിൻ 200 റൺസ് എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി അതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? അവന്റെ ഇരിക്കുന്ന ബാറ്റ് ഒരു ഉഗ്രം ബാറ്റാണ്. അപ്പൊ അതുകൊണ്ട് സച്ചിന്റെ ബാറ്റ് ഞാൻ ഒരു എത്ര 2 കോടി രൂപ കൊടുത്തെങ്കിൽ വാങ്ങിക്കുകയാണെന്ന് വെച്ചു. എന്നിട്ട് നാളെ ഞാൻ ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്യാൻ പോയി സച്ചിന്റെ ബാറ്റ് കൊണ്ട് ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ആയിരിക്കും സംഭവിക്കുന്നത്? ബാറ്റാണോ ഈ സ്കോർ ചെയ്യുന്നത്? അല്ല. ആരാ സ്കോർ ചെയ്യുന്നത്? സച്ചിന്. ഇതുപോലെ ഈൽഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബാറ്റ് ആവുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പക്ഷെ ആരുടെ കയ്യിലാണ് ഇതിരിക്കേണ്ടത്? യേശുവിന്റെ കയ്യിലായിരിക്കണം ഇരിക്കുന്നത്. യേശുവിന്റെ കയ്യിൽ. അതാണ് വാസ്തവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം എന്ന് പറയും. അപ്പൊ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അവൻ നമ്മളെ ഉപയോഗിക്കും. ബാറ്റ് ഇല്ലാതെ സച്ചിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റൺസ് എടുക്കാൻ പറ്റത്തില്ല. സാധാരണ രീതി ഇങ്ങനൊരു കാര്യം പറയാറുണ്ട്, ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല, പക്ഷെ അവൻ നമുക്ക് കഴിയാത്തത് ഒത്തിരി ഉണ്ട് അല്ലേ? പക്ഷേ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. പക്ഷെ ദൈവം ചെയ്യാത്തതുണ്ട്. ഗോഡ് ക്യാൻ ബട്ട് ഹി വിൽ നോട്ട് വിതൗട്ട് മാൻ. ദൈവത്തിന് കഴിയും, പക്ഷേ മനുഷ്യനെ കൂടാതെ അവൻ എന്ത് ചെയ്യത്തില്ല. ദൈവത്തെ കൂടാതെ മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയത്തില്ല, പക്ഷെ മനുഷ്യനെ കൂടാതെ ദൈവം ഒന്നും ചെയ്യത്തുമില്ല. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. അവിടെയാണ് ഒരു ബാറ്റ് ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളുടെ കയ്യിൽ, അല്ലെങ്കിൽ ടെന്നീസ് കളിക്കുന്ന ഒരാളുടെ കയ്യിൽ എങ്ങനെ ഇരിക്കുന്നെന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഈൽഡ് ചെയ്യണം. ഈൽഡ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആത്മാക്കളെ നേടുവാനായിട്ട് കഴിയും. അവൻ ചെയ്യുന്ന പ്രവൃത്തി അതിലധികമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ദൈവം ഓഫർ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. 14-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. He is offering, Jesus has promised 3 things to his disciples. First of all, his peace. അതിന്റെ 14-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഹിസ് സ്പിരിറ്റ്, അവന്റെ ആത്മാവിനെ അവൻ നമുക്ക് നൽകി. ആൻഡ് ഓൾസോ ഹി ഹാസ് പ്രോമിസ്ഡ് ഹിസ് നെയിം, എന്റെ നാമത്തിൽ നിങ്ങൾ ചെന്നോളാൻ. നെയിം ഈസ് അതോറിറ്റി. ഇൻഫാക്ട് ഇല്ലേ, അധികാരമാണ് പേരിൽ ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിപ്പോ മാത്യുവിനോട് പറയുകയാണ്, ഇന്നടത്ത് പോയി ഇന്ന സാധനം വാങ്ങിച്ചുകൊണ്ട് പോരെ എന്ന് പറഞ്ഞാൽ എന്നെ അറിയാൻ വയ്യാത്ത ആളാണെങ്കിൽ ഞാൻ ചെന്ന് എന്താ പറയുന്നത്? മാത്യു പറഞ്ഞു എന്ന് പറഞ്ഞല്ലേ പറയുന്നത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഐ എം ഗോയിങ് ഇൻ ഹിസ് മൈൻഡ്, ഐ എം ഗോയിങ് ഇൻ ഹിസ് നെയിം. ഓക്കെ, മാത്യുവിന്റെ പേരിൽ ഞാൻ ചെല്ലുന്നു. പേരിൽ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് എന്തുണ്ട്? അധികാരമുണ്ട്. സോ ഈ 14-ാം അധ്യായത്തിൽ ഹി ഈസ് ഗിവിംഗ് ഹിസ് പീസ്, ഹിസ് സ്പിരിറ്റ് ആൻഡ് ഹിസ് നെയിം. പ്രാർത്ഥനയിൽ ഇതെല്ലാം ആവശ്യമാണ്. വി നീഡ് ഹിസ് പീസ്, ഹിസ് സ്പിരിറ്റ് ആൻഡ് ഹിസ് നെയിം. നമ്മൾ കുറെ കൂടെ മുന്നോട്ട് പോകണം എന്ന് ഞാൻ ചിന്തിക്കുന്നു. വി നീഡ് ടു പ്രേ ഫോർ ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് വിട്ടുകളയാണ്. 14-ാം അധ്യായത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹോളി സ്പിരിറ്റ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവന് പിതാവിന്റെ പ്രവൃത്തി യേശു ചെയ്തതുപോലെ യേശുവിന്റെ പ്രവൃത്തി നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മിൽ ആര് വസിക്കണം? ഹോളി സ്പിരിറ്റ് വസിക്കണം. അവൻ നമ്മളിൽ വസിക്കണമെങ്കിൽ ഇറ്റ് ഈസ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. ഇൻഫാക്ട് അവിടുത്തെ ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള സ്റ്റഡീസിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അത്ര അങ്ങോട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. അവിടെ പറയുന്നത്, കുറഞ്ഞവന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും, കുറഞ്ഞവന് കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണത്തില്ല. ലോകം എന്നെ കാണത്തില്ല, പക്ഷെ നിങ്ങൾ എന്നെ കാണും. എങ്ങനെയാണ് കാണുന്നത്? ഇറ്റ് ഈസ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. ദാറ്റ് മീൻസ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗാഡ് ഹിംസെൽഫ് ഓർ ജീസസ് ഹിംസെൽഫ്. ദർ ഇസ് നോ ഡിഫറൻസ്. അവിടെ ശരിക്കും ഇതിന്റെ ഓടിച്ചു പറഞ്ഞു പോയി കഴിഞ്ഞാൽ, ഒന്ന്, ജീസസ് സേയ്സ് ഹോളി സ്പിരിറ്റ് വിൽ കം ഇൻ ടു യു. നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അതിന്റെ 19-ാം വാക്യത്തിൽ, കുറഞ്ഞോന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളും എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് അന്ന് നിങ്ങൾ അറിയും. നോക്ക്, നിങ്ങൾ എന്നെ അറിയും, പക്ഷേ ലോകത്തിന് എന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എന്നെ കാണാനായിട്ട് കഴിയത്തില്ല. 23-ാം വാക്യത്തിൽ യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഇതാണ് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ
അനിവാര്യതയെ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ദ ഹോളി സ്പിരിറ്റ് ഈസ് കമ്മിങ് അല്ലേ? 14-ാം അധ്യായത്തിൽ നമ്മൾ 15-ാമത്തെ വാക്യം വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത്, എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് അയച്ചു തരും. കുറച്ച് കഴിഞ്ഞിട്ട് പറയാണ്, ആത്മാവ് വരും, അത് കഴിഞ്ഞിട്ട് ഞാനും പിതാവും കൂടെ വന്ന് നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യും. ഇപ്പൊ ആരൊക്കെ ഉണ്ട് നമ്മുടെ ഉള്ളിൽ? ആദ്യം പരിശുദ്ധാത്മാവ് വന്നു, പിന്നെ ആര് വന്നു? പിതാവും വന്നു, പുത്രനും കൂടെ വന്നു. ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് പറയാണ്, ഒരു വീട് വാങ്ങിച്ചെന്ന് വെച്ചോ, ഒത്തിരി നാൾ ഉപയോഗിക്കാതെ കിടന്നൊരു വീടാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉപയോഗിച്ച വീടാണ്. അപ്പോൾ വേറെ ഒരു വീട് നമ്മൾ വാങ്ങിച്ചാൽ ഒന്നാമത്തെ ദിവസം തന്നെ കുടുംബമായിട്ട് നമ്മൾ പെട്ടെന്ന് പോയി താമസിക്കാൻ പോകും? ഇല്ല. ആദ്യം എന്ത് ചെയ്യും? നമ്മൾ പോയിട്ട് ആ വീടൊക്കെ ഒന്ന് നോക്കി, ഇതിനെന്തൊക്കെ ചേഞ്ചസ് വേണം, എൻ്റെ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യും? ആ വീടിനെ ഒന്ന് മാറ്റി മറിച്ച് ഒന്ന് ഒരുക്കി പെയിന്റ് ചെയ്ത് നീറ്റാക്കി, അതായത് എൻ്റെ ഫാമിലിയെ കൊണ്ടുവരുമ്പോൾ എന്ത് വേണം? സന്തോഷത്തോടെ കയറി വന്ന് താമസിക്കണം. ഇതുപോലൊക്കെ തന്നെയാണ് വാസ്തവത്തിൽ ഇവിടെ കർത്താവ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ അടുത്തേക്ക് ആദ്യം ആര് വരും? പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വന്നിട്ട് പരിശുദ്ധാത്മാവിന് തന്നെ താമസിക്കാൻ വേണ്ടിയല്ല, ആരൊക്കെ കൂടെ താമസിക്കണം? പിതാവിനും പുത്രനും താമസിക്കണം. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നിട്ട് എന്തോ ചെയ്യുമെന്നാണ് പറയുന്നത്? ഒന്ന് നീറ്റാക്കിയിടും അല്ലേ? അങ്ങനെ നീറ്റാക്കിയിട്ട് കഴിയുമ്പോൾ താമസിക്കാൻ കൊള്ളാമെന്നൊക്കെ അറിയുമ്പോൾ പിതാവും പുത്രനൂടെ വന്നിട്ട് പിന്നെ 3 പേരും കൂടെ താമസം തുടങ്ങും. ഹല്ലേലൂയ. അങ്ങനെ ഒരു താമസം തുടങ്ങുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത്. ആദ്യം ക്ലെൻസിങ് ആണ്. ഹോളി സ്പിരിറ്റ് വന്നിട്ട് എന്തോ ചെയ്യും? നമ്മളെ ക്ലെൻസ് ചെയ്യാണ്. ക്ലെൻസ് ചെയ്തെല്ലാം ഒന്ന് ക്ലീൻ ആക്കി കഴിയുമ്പോഴത്തേക്ക് പുറകെ വരുന്നു. ആരൊക്കെ വരുന്നു? പിതാവ് വരുന്നു, പുത്രൻ വരുന്നു, എല്ലാവരും കൂടെ വന്ന് ഹോളി ട്രിനിറ്റിയുടെ ഒരു ആവാസ കേന്ദ്രമായി തീരും നമ്മൾ.